CRZ നിയമത്തിൽ സാധാരണക്കാരായ തീരദേശ നിവാസികൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള ഭേദഗതികൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിന്റെയും ലീഡ് CRZ ആക്ഷൻ കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആ ഭവനം പണിയുവാനായിട്ട് തീരദേശത്ത് ഏറ്റവും കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ അടക്കമുള്ള ആ തീരദേശ ജനതയെ ഇതേപോലെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമം വന്നിട്ടും അത് കേരള സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈകുന്നു. ഇനിയിപ്പോൾ നമുക്കറിയാം, ലോക്സഭാ ഇലക്ഷന് വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ അതൊരു കാരണമാക്കിയെടുത്ത് ഒരു 2-3 മാസം അങ്ങോട്ട് പോകും. ഈ പാവപ്പെട്ടവരുടെ ഗതി എന്താണ്? നമുക്കൊക്കെ ഒരു ഭവനം, നമുക്കുള്ളവർക്ക് നമുക്ക് അതിന്റെ വിഷമം അറിയില്ല, ഇല്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയാം. ഈ CRZ ആക്ഷൻ കൗൺസിൽ നേതാക്കൾ എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തി. അതേപോലെ തന്നെ വഴിയിൽ കിടന്ന് പട്ടിണി സമരം നടത്തി. ഇതേപോലെയുള്ള സമരങ്ങളെല്ലാം നമ്മളൊന്ന് കാണണം. ഇതൊരു പ്രഹസനമല്ല, ജീവിക്കുവാൻ വേണ്ടി അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുവാൻ വേണ്ടി, അവരുടെ ഒരു ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി. അത് മനുഷ്യന്റെ മൗലിക അവകാശമാണ്. നേരത്തെ പറഞ്ഞ പോലെ തീരദേശ നിയമത്തിന്റെ നിയമങ്ങൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്നത്. നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഗോശ്രീ പാലം, 3ാമത്തെ പാലം ഇറങ്ങുമ്പോൾ എത്രമാത്രം ഫ്ളാറ്റുകളാണ് അവിടെ പണിതുകൂട്ടിയിരിക്കുന്നത്. അവർക്ക് തീരദേശ പരിപാലന നിയമം ബാധകമല്ലേ? അതേപോലെ തന്നെ യൂസഫ് അലിയുടെ കൺവെൻഷൻ സെന്റർ, ഇവർക്കൊന്നും ഇത് ബാധകമല്ല. അവരൊക്കെ വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ ഉടമകളാണ് അല്ലേ? ഇവിടെയുള്ള ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കേണ്ട ഭരണാധികാരികൾ എവിടെ? ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് ത്രിതല പഞ്ചായത്ത് ഭരണത്തിൽ കയറ്റിയിരിക്കുന്നവരുണ്ട്, ജില്ലാ അതേപോലെ തന്നെ MLA അടക്കമുള്ള നേതാക്കളുണ്ട്. ഇവരെല്ലാവരും ഈ തീരദേശ ജനതയ്ക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ലീഡ് പ്രസിഡന്റ് ജിംഷി ആന്റണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഹീം എടവനക്കാട്, ട്രഷറർ ജാൻസി, KG വിൽസൺ, പഞ്ചായത്ത് അംഗം വിനോദ്, യൂസഫ് കളപ്പുരയ്ക്കൽ, ബേസിൽ മുക്കത്ത്, പരിസ്ഥിതി പ്രവർത്തകനായ MB അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു.